ഒറ്റ ഡയലോഗിൽ രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയ തൂക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ കലികാലത്തൊരു വീഡിയോ കൂടി പങ്കുവെക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വീണ്ടും ശുഭപ്രതീക്ഷ വാനോളം ഉയരുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിറങ്ങലിച്ചു നിൽക്കുന്ന നേരത്ത് ഇത്തരമൊരു ദൃശ്യങ്ങൾ ഏറെ ആശ്വാസകരവും അത് നൽകുന്ന സമാധാനവും ചില്ലറയല്ല എന്ന് തന്നെ പറയാം. ആ രംഗങ്ങളൊന്ന് കാണാം. രാഹുൽ എത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രസംഗിക്കാനല്ല, പകൽഹാമിലെ ഭീകരാക്രമണത്തിൽ മനസ്സും ശരീരവും മുറിഞ്ഞ മനുഷ്യരെ കാണാൻ ചേർത്തു പിടിക്കാൻ. ഇതാണ് മാങ്കൂട്ടം കുറിച്ച വരികൾ. അതായത് കാശ്മീരിന്റെ മണ്ണിൽ രാഹുൽ ഗാന്ധി അജയ്യനായി മാറുകയാണ്. ശരീരത്തിനേറ്റ മുറിവിന് മരുന്ന് പുരട്ടിയ പോലെ മനസ്സിനേറ്റ മുറിവിനും രാഹുൽ ഇവിടെ മരുന്ന് പുരട്ടുമ്പോൾ ഒരു മന്ത്രം കൂടി ഈ മുറിവേറ്റ മനുഷ്യരുടെ കാതുകളിൽ രാഹുൽ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അത് ഒന്നിച്ചു നിൽക്കണമെന്നതാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇവിടെ അധികാര കസേരയുടെ ബലം കൂട്ടാനായിട്ട് മോദി അഖിലേഷ് യാദവിനെ കെട്ടിപ്പിടിക്കാൻ പോയപ്പോൾ രാഹുൽ തന്റെ എല്ലാ യാത്രകളെയും വെട്ടിച്ചുരുക്കി നേരെ പോയത് കാശ്മീരിലേക്കാണ്. ഇവിടെ പ്രധാനമന്ത്രി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ആ മുറിവേറ്റ മനുഷ്യർ പറഞ്ഞത്. പക്ഷേ മോദി ഇതുവരെ ആ വഴിക്ക് പോയിട്ടില്ല എന്നതാണ് വലിയ സത്യം. രാജ്യം തിരിച്ചടിക്കാൻ അതിശക്തമായി തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ മറ്റൊരു വീഡിയോ കൂടി പകൽഹാമിൽ നിന്നും ഒരു മലയാളി പകർത്തിയത് വരുന്നുണ്ട്. ഭീകരാക്രമണ സമയത്ത് പകർത്തിയതല്ല, പകരം അതിനു മുൻപേയുള്ള ഏപ്രിൽ 18 പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇവിടെ സ്വന്തം മകളുടെ രസകരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലൂടെ നടന്നുപോയ 2 ഭീകരവാദികളെ കൃത്യമായി കാണാം. പക്ഷേ ഈ രാജ്യത്തെ സുരക്ഷാ സേന മാത്രം അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നത് വലിയ ചോദ്യമാണ്.